അതാ ഞാൻ പറഞ്ഞത് മൂപ്പര് വന്നിട്ടാണോ പരിപാടി. ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ലീക്കാക്കപ്പെട്ടു. അതിനെ സംബന്ധിച്ച് എന്താണ് ഒരു വീഡിയോ ചെയ്യാത്തതെന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു 4 മെയിൽ എനിക്ക് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും നിഷ്പക്ഷമായി തന്നെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണണമല്ലോ. രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു നടത്തിയതെന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. രമേശ് പിഷാരടിയെ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അയാൾ പറഞ്ഞത് വഷളത്തരം തന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലല്ല, ഒരു സിനിമാ നടൻ എന്ന നിലയിലല്ല, ഒരു പുരുഷൻ എന്ന നിലയിലല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു രീതിയിൽ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ല. അതൊരു അധപ്പതിച്ച രീതിയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇവർ തമ്മിലുള്ള സൗഹൃദം ഇനി എത്ര കടുത്തതാണെങ്കിലും എത്ര ആഴമുള്ളതാണെങ്കിൽ പോലും അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന സംശയം നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. ഏതായാലും എല്ലാവരും ആ ഓഡിയോ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രമേശ് പിഷാരടി ശ്വേതാ മേനോനോട് ചോദിക്കുകയാണ്, എവിടെയാണിപ്പോൾ? അത് ഞാൻ ക്രൗൺ പ്ലാസയിലാണ്. എന്താ പരിപാടി? അതെൻ്റെ ഭർത്താവ് വൈകിട്ട് വരും. അപ്പോൾ ഭർത്താവ് വന്നിട്ടാണോ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വഷളൻ ചിരി, ഒരു നീണ്ട ചിരി പിഷാരടി ചിരിക്കുന്നു. അപ്പോൾ ആ പരിപാടി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്ന് സ്ലോ ആവുകയാണ് ശ്വേതാ മേനോൻ. അവിടെ മാത്രമാണ് അവരോട് എനിക്ക് വിയോജിപ്പ്. ഈ സ്ത്രീകളോട് എനിക്ക് വിയോജിപ്പ് വരുന്നതിൻ്റെ കാര്യമേ ഇതാണ്. കേൾക്കാനുള്ളതെല്ലാം കേൾക്കും, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കും. അതിനുശേഷം പിന്നീട് കുറേ കഴിയുമ്പോഴാണ്, കുറേ ദിവസങ്ങളോ നാളുകളോ ഒക്കെ കഴിയുമ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടാകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് മോശമായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ കുറേ നാൾ കഴിഞ്ഞായിരിക്കും ഇവർക്കൊരു തിരിച്ചറിവ് വരുന്നത്. ശ്വേതാ മേനോനൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്, ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളാണ്, എനിക്കിങ്ങനെ ചുറ്റി വളച്ചൊന്നും സംസാരിച്ചാൽ മനസ്സിലാകില്ല എന്നൊക്കെ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇത് ഏതൊരു മുതിർന്ന വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു വഷളത്തരമാണ് പിഷാരടി പറഞ്ഞത്. ഭർത്താവ് വന്നു കഴിഞ്ഞ് എന്താണ് പരിപാടി, ഭർത്താവ് വന്നു കഴിഞ്ഞാണോ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ വിവാഹിതരായ അല്ലെങ്കിൽ മുതിർന്ന ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഒക്കെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ആ ഒരു വളിപ്പ്. അപ്പോൾ ശ്വേതാ മേനോൻ അത് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് അതിനോട് പ്രതികരിച്ച രീതി പക്ഷെ ശരിയായില്ല. അത് പറഞ്ഞ ഉടനെ പറയണമായിരുന്നു. എന്തിനാണ് രമേശ് പിഷാരടി അല്ലെങ്കിൽ പിഷു എന്നാണ് വിളിക്കുന്നത്, അവർ തമ്മിലുള്ള സൗഹൃദം അത്രത്തോളം ആഴമുള്ളതായിരിക്കാം. എന്തിനാണ് പിഷു ഇങ്ങനെ സംസാരിച്ചത്? ആവശ്യമില്ലാത്ത രീതിയിൽ എന്തിനാണ് പറയുന്നത്? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന്, ഗൗരവമുള്ള കാര്യം സംസാരിക്കാൻ വിളിച്ചപ്പോൾ തമാശ പറയേണ്ട സമയമല്ല, അല്ലെങ്കിൽ തമാശ പറയേണ്ട രീതി ഇതല്ല എന്ന് എന്തുകൊണ്ട് ശ്വേതാ മേനോൻ പ്രതികരിച്ചില്ല? ഇതാണ് സ്ത്രീകൾക്ക് വരുന്ന ആദ്യത്തെ കുഴപ്പം. ഇപ്പം ശ്വേതാ മേനോൻ അങ്ങനെ പറയാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നൊന്നും ഞാൻ പറയുകയല്ല. ഇങ്ങനെ ഒരു വ്യക്തി ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ജനപ്രതിനിധിയായിട്ടും കരുതണ്ട, സിനിമാ നടനായിട്ടും കരുതണ്ട, എല്ലാ ആണുങ്ങളിലും വഷളന്മാരുണ്ട്. അവർക്കൊരു ചാൻസ് കിട്ടിയാലേ അവർ പുറത്തോട്ട് വരികയുള്ളൂ. ആദ്യ സ്റ്റെപ്പുകൾ ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ദൂരെ കൂടൊക്കെ ഒന്ന് സൂചിപ്പിക്കും. ഭർത്താവ് വന്നിട്ടാണ് പരിപാടി, എന്ത് പരിപാടി, എങ്ങനെയൊക്കെയാണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു പോകുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. നമ്മൾക്ക് സ്ത്രീകളല്ലേ, ഒരുപാട് പേരുടെ വായിൽ നിന്ന് ദ്വയാർത്ഥങ്ങളുള്ള കമൻറ്റുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്കറിയാം ഇങ്ങനെയൊക്കെ ദൂരെ കൂടെ ഒന്ന് സൂചിപ്പിക്കും. അങ്ങനെ സൂചിപ്പിക്കുന്ന സമയത്ത് അങ്ങനൊന്നും ഇല്ല, എന്തോ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നോർമലാക്കി സ്ലോ ആയിട്ട് പ്രതികരിക്കാതെ ഉടനടി കൃത്യമായിട്ട് കർശനമായിട്ട് അവിടെ പ്രതികരിച്ചിരിക്കണം. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല, ആ പ്രതികരണത്തിനൊരു ഗൗരവവും വേണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കൊന്നുമില്ല. എന്നാൽ പിഷാരടി ചെയ്തത് അങ്ങേയറ്റത്തെ വലിയൊരു മോശം എന്ന് പറഞ്ഞാൽ ഒരു അധപ്പതിച്ച രീതി. ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളും ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൂടാ. വരുന്നത് അവരുടെ ഭർത്താവാണ്. അവരുടെ പരിപാടിയെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യം തന്നെ പിഷാരടിക്കില്ല. അതൊക്കെ അവരുടെ സ്വകാര്യതയാണല്ലോ. അവർ പരിപാടി നടത്തുകയോ പരിപാടി നടത്താതിരിക്കുകയോ അവരുടെ പരിപാടികൾ പ്ലാൻ ചെയ്യുകയോ ഒക്കെ അവരുടെ സൗകര്യമാണ്. അതിനെക്കുറിച്ച് രമേശ് പിഷാരടി ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ചോദിക്കേണ്ട കാര്യവുമില്ല. എന്നിട്ട് ആ വഷളൻ ചിരിയും വല്ലാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥതയാണ് നമ്മളിൽ ഉണ്ടാക്കിയത്. അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ഇവർക്ക് എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത് എന്നുള്ള ചോദ്യം എന്ന ഒരു ആശങ്കയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത്. സ്ത്രീകൾ പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നീട് കുറ്റവാളികളാക്കപ്പെടുന്നതും ഈ സ്ത്രീകൾ തന്നെയായിരിക്കും.
ഈ സമൂഹം കുറ്റപ്പെടുത്തുന്നതും സ്ത്രീകളെ തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു 2 വശം ഇതിന് വന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായ രീതിയിൽ ആ സമയത്ത് ശ്വേതാ മേനോൻ പ്രതികരിച്ചില്ല. അതും ഇവർ തമ്മിൽ നടത്തിയത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അത് പുറത്തുവിട്ടതിന് പിന്നിൽ എന്തായിരുന്നു? അതിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഈ നടന്ന ഒരു സംഭവം ഇത് ശരിയാണോ തെറ്റാണോ എന്നത് മാത്രമാണ് നമ്മൾ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്. ബാക്കി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വല്ല ശത്രുതയുണ്ടോ, എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ അവർക്കുണ്ടോ, ഇതൊന്നും നമ്മുടെ കാര്യമല്ല. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിവില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ഇൻഡയറക്റ്റ് ആയിട്ട് വഷളത്തരം പറയുക, ആ സ്ത്രീക്ക് അത് മനസ്സിലായി കഴിഞ്ഞും സ്ത്രീ വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയം ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ സമാനമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഞാൻ എടുത്ത എൻ്റെ നിലപാട് തന്നെയാണ് ഈ ഒരു കാര്യത്തിലും. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് സ്ത്രീയാണ് പുരുഷനാണ്, സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കണം, സ്ത്രീ അബലയാണ്, അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കണം, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ ഒന്നും നോക്കിയല്ല ഒരു കാര്യത്തെ ഞാൻ വിലയിരുത്തുന്നത്. നിഷ്പക്ഷമായിട്ട് നോക്കി കാണുമ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പറഞ്ഞയാളുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട്, കേട്ട് നിന്നയാളുടെ ഭാഗത്തും അതേപോലെ തെറ്റുണ്ട്. പ്രതികരിക്കേണ്ട രീതിയിലായിരുന്നു അപ്പോൾ ശ്വേതാ മേനോൻ പ്രതികരിച്ചതെങ്കിൽ ആ ഓഡിയോ ഇപ്പോൾ ലീക്കാക്കേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു, ലീക്കാക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലെ ഗൂഢ ലക്ഷ്യങ്ങൾ അവരുടെയൊക്കെ കൈവശം തന്നെ ഇരിക്കട്ടെ. നമ്മുടെ കണ്ണിൽ കാണുന്നതിനെ ഈ രീതിയിൽ വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഇതിനോ എതിർക്കുന്ന ആളുകൾ തന്നെയാണെന്നറിയാം. ഞാൻ പറഞ്ഞില്ലേ, രമേശ് പിഷാരടി ചെയ്തതിനെ അങ്ങേയറ്റം അപലപിക്കുന്നു. ഒരു കാരണവശാലും അങ്ങനെ ചെയ്തുകൂടായിരുന്നു. രമേശ് പിഷാരടിയെ ന്യായീകരിച്ചുകൊണ്ട് കുറേ പേരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു, അതെന്തിനാണ് ലീക്കാക്കിയത്, അങ്ങനെയല്ല അതിനെ നോക്കിക്കാണേണ്ടത്. എന്താണ് പറഞ്ഞു എന്നുള്ളതിന് കൃത്യമായിട്ടും ഒരു മുൻഗണന നമ്മൾ കൊടുക്കണം, അതിനൊരു പരിഗണന കൊടുക്കണം. പറഞ്ഞത് വഷളത്തരം തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനോട് പ്രതികരിച്ച രീതി ശരിയായില്ല. ശ്വേതാ മേനോനെ പോലെയൊക്കെ മാതൃകയായിട്ട് കാണേണ്ട ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് ബോൾഡായിട്ടുള്ള ആളുകൾ, അവർക്ക് നല്ല രീതിയിൽ പ്രതികരിക്കണം. ഇനിയാണെങ്കിലും ബാക്കിയുള്ള സ്ത്രീകൾക്കൊക്കെ ഇതൊരു പാഠമാണ് കേട്ടോ. ഈ പുരുഷന്മാർ തുടക്കമിടുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെയും ഇവിടെയും ഒന്നും തൊടാതെയൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അതിന് ഹാഹു എന്ന് നിസാരമായിട്ട് അതിനോട് പ്രതികരിക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അവരുടെ ചുവടിനെ എങ്ങനെ നമ്മൾ കാണുന്നു, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അടുത്ത് ഇവർ നമ്മളോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും. നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അവർ നമുക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ നിർത്തണം, എവിടെ സംസാരം അവസാനിപ്പിക്കണം, ഏതാണ് അതിർവരമ്പ് എന്നത് നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. അതിനുള്ള ധൈര്യം, സാമർഥ്യം, അതിനുള്ള ഒരു മനസാന്നിധ്യം ഓരോ സ്ത്രീക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു വിഷയത്തോട് നിങ്ങൾക്കുള്ള എതിർപ്പ് രമേശ് പിഷാരടിയോടായിരിക്കും, അതെനിക്ക് വ്യക്തമായിട്ടറിയാം. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയവും മറ്റൊന്നും നോക്കാതെ, ആരാണ് എന്താണെന്ന് നോക്കാതെ അതിനെക്കുറിച്ച് വിമർശിക്കുന്ന ആളുകളാണ്, വിലയിരുത്തുന്ന ആളുകളാണ്. ആ കാര്യത്തിൽ രമേശ് പിഷാരടി തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാട് ഇതുവരെ അധികമാരും സംസാരിച്ച് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞത്. എൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്ത്രീകൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക.